നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബിനീഷ് കോടിയേരി ചുമ്മാ കത്തിക്കുകയാണ്. എന്താണ് ബിനീഷ് കോടിയേരി കഴിഞ്ഞ ഇ.ഡി. റെയ്ഡുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരി നേരിട്ട അനുഭവങ്ങൾ, ഒപ്പം അതുപോലെ തന്നെ വീണ വിജയൻ നേരിട്ട ഇ.ഡി. റെയ്ഡ്, ചോദ്യം ചെയ്യൽ, ഒപ്പം അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുക തുടങ്ങിയ സംഭവ വികാസങ്ങൾ, ഒപ്പം അതുപോലെ തന്നെയാണ് പാർട്ടി വീണ വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടന്ന സമയത്ത് എടുത്ത നിലപാട്, തന്റെ ഒരു കേസ് വന്നപ്പോൾ പാർട്ടി എടുത്ത നിലപാട്, ഇവ എല്ലാത്തിനെയും കുറിച്ചും വ്യക്തമായി ബിനീഷ് കോടിയേരി തന്റെ അഭിപ്രായം പറയുകയാണ്. ബിനീഷ് കോടിയേരി പറയാതെ തന്നെ വീണ വിജയന്റെ വീട്ടിലേക്ക് റെയ്ഡ് നടന്നപ്പോൾ പാർട്ടി എടുത്ത നിലപാട് അന്ന് സമൂഹ മാധ്യമം ചർച്ച ചെയ്തിരുന്നു. ഇതെന്താ ബിനീഷ് കോടിയേരി രണ്ടാനമ്മയ്ക്കുള്ളതുപോലെയുള്ള ഒരു നിലപാടായിരുന്നല്ലോ ബിനീഷിനെതിരെ എടുത്തത് പാർട്ടി. പക്ഷെ വീണയ്ക്ക് അങ്ങനെയല്ല. പാർട്ടി പൂർണ്ണമായി ഒന്നടങ്കം ആ വീട്ടിന് മുന്നിലേക്ക് വന്ന് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയാണല്ലോ ചെയ്തത്. അപ്പോൾ എന്താണ് രണ്ടുപേരും രണ്ട് തട്ടിൽ നിൽക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി, എന്തിനുണ്ടായി എന്ന ചോദ്യമാണ് വരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ബിനീഷ് കോടിയേരി തനിക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയുകയാണ്. ആ അനുഭവത്തിൽ നിന്നും വ്യക്തമാകുന്നത് ബിനീഷ് കോടിയേരി നേരിട്ട സംഭവ വികാസങ്ങൾ നേരെ കൈ ചൂണ്ടുന്നത് പിണറായി വിജയനിലേക്കാണ് എന്നുള്ളതാണ്. പിണറായി വിജയനെതിരെ മൊഴി കൊടുക്കാത്തതിന്റെ പേരിലാണ് ഇ.ഡി. തന്നെ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് ബിനീഷ് കോടിയേരി പറയുന്നത്. ഇ.ഡിക്ക് വഴങ്ങാത്തത് കൊണ്ടാണ് വീട് റെയ്ഡ് ചെയ്തത്. അറസ്റ്റിലായി ജയിലിലായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും പതറിപ്പോയിട്ടുണ്ടെന്നുമാണ് ബിനീഷ് കോടിയേരി പറയുന്നത്. എന്താ എന്നെ പാർട്ടിയിലെ ആരും സംരക്ഷിക്കുകയോ സഹായിക്കുകയോ ചെയ്യാത്തതെന്ന് അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. പാർട്ടി തിരിഞ്ഞു നോക്കിയില്ല എന്ന അമ്മയുടെ പ്രതികരണത്തിന്റെ പശ്ചാത്തലം പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. തങ്ങൾ എപ്പോഴും പാർട്ടി കുടുംബമാണെന്നും ബിനീഷ് കോടിയേരി വ്യക്തമാക്കുന്നുണ്ട്. മാതൃഭൂമി ചാനലിലാണ് ബിനീഷ് കോടിയേരി ഈ അഭിമുഖം നൽകിയിരിക്കുന്നത്. ഞങ്ങൾക്കൊരു വിഷയമുണ്ടെങ്കിൽ അത് പറയേണ്ടത് പാർട്ടിയോടാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് തിരുത്തേണ്ടത് പാർട്ടിയാണ്. അങ്ങനെയാണ് ഈ പാർട്ടി സംവിധാനം പോകുന്നതെന്നും ബിനീഷ് കോടിയേരി പറയുകയാണ്. ജയിൽവാസത്തിൽ മാനസികമായി പ്രതിസന്ധി നേരിട്ടപ്പോൾ പുസ്തക വായനയിലേക്ക് തിരിയാനാണ് അച്ഛൻ ഉപദേശിച്ചത്. പിണറായി വിജയനെ തടഞ്ഞുവെച്ച് ഇ.ഡി. വീട്ടിൽ റെയ്ഡ് നടത്തുന്നു എന്നത് പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും സംബന്ധിച്ച് വൈകാരികതയുള്ള ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഉദ്യോഗസ്ഥർ ജനക്കൂട്ടത്തിനിടയിലേക്ക് വരുന്നത്. പോലീസ് കൃത്യമായ മുൻകരുതൽ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവിടെ ഒരു വിഷയം ഉണ്ടാകുകയേയില്ലായിരുന്നു. ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരെ പാർട്ടി പ്രവർത്തകർ പ്രതികരിച്ചത് അതിവൈകാരികതയുടെ പുറത്താണെന്നും ബിനീഷ് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇ.ഡിക്കെതിരായ പ്രതിഷേധം നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ പാർട്ടി അംഗത്വത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. ജയിൽ മോചിതനായ ശേഷം അംഗത്വം പുതുക്കാൻ അപേക്ഷ നൽകിയിരുന്നു. പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതിയുണ്ട്. അതനുസരിച്ചുള്ള പരിശോധനകൾക്ക് ശേഷമാണ് അംഗത്വം നൽകിയതെന്നും ബിനീഷ് കോടിയേരി പറയുന്നു. ബിനീഷ് പരമാവധി പാർട്ടിയെ പിന്തുണച്ചും പിണറായി വിജയനെ പിന്തുണച്ചും ഒക്കെയാണ് സംസാരിച്ചിരുന്നുവെങ്കിലും പലപ്പോഴും തനിക്കുണ്ടായ അനുഭവങ്ങൾ പലയിടങ്ങളിലും പറഞ്ഞു വെച്ച് പോകുന്നുണ്ട്. ഒന്ന് തലോടി പോകുന്നുണ്ട് എന്ന് വ്യക്തമാണ്. എന്തുകൊണ്ടാണ് പാർട്ടി സഹായിക്കാത്തതെന്ന ചോദ്യം ബിനീഷിന് വളരെ വ്യക്തമായി തന്നെ ഉയർന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം കോടിയേരിയോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊന്ന് തന്നെ മേലുള്ള ചോദ്യങ്ങളെല്ലാം പിണറായി വിജയനിലേക്കായിരുന്നു എന്നുള്ളതാണ്. അല്ല, ബിനീഷ് കോടിയേരി ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ബിനീഷിനെ വെച്ച് പിണറായി വിജയനിലേക്ക് മുന നീട്ടുക എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇ.ഡി. ചോദ്യം ചെയ്തതെല്ലാം ബിനീഷിനോട് ചോദ്യം ചെയ്ത ബിനീഷ് എന്ന നിലയിലല്ല, അത് സഖാവ് പിണറായി വിജയന് എതിരെയുള്ള ചോദ്യം ചെയ്യലുകളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ബിനീഷ് പിണറായി വിജയനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന്. സ്വന്തം അച്ഛന്റെ ശരീരം AK സെന്ററിൽ പോലും പൊതുദർശനം വെപ്പിക്കാൻ സമ്മതിക്കാതെ പിണറായി വിജയനോട് ബിനീഷ് ശത്രുത ഉണ്ടാവും സ്വാഭാവികം. സത്യത്തിൽ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയേക്കാൾ വലിയ വില്ലനാണ് ബിനീഷ്. ജോർജ് കുട്ടി മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ ബിനീഷ് അച്ഛന് വേണ്ടി എന്ന് പറയുന്ന രീതിയും ഒക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും ബിനീഷ് കോടിയേരി വളരെ വ്യക്തമായി ബിനീഷിനുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നോക്കുകയാണെങ്കിൽ വീണ വിജയനാണ് ഇപ്പോൾ ആ സ്ഥാനത്ത്, ബിനീഷിന്റെ സ്ഥാനത്ത് വീണ വിജയനാണ്. വിനോദിനി, അതായത് ബിനീഷിന്റെ അമ്മയ്ക്ക് എല്ലാം വ്യക്തമായി അറിയാം. ബിനീഷിന് ഒരു പക്ഷെ കൂടുതൽ ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് എടുക്കാൻ കഴിയുമെങ്കിൽ ബിനീഷിന്റെ അമ്മയ്ക്ക് അത് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് അവർ പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്തത്. പിണറായി വിജയനെതിരെ മൊഴി കൊടുക്കാത്തതിന്റെ പേരിലാണ് ഇ.ഡി. തന്നെ അറസ്റ്റ് ചെയ്യാത്തത് എന്നും ബിനീഷ് കോടിയേരി വ്യക്തമാക്കുകയാണ്. ഇ.ഡി. എപ്പോഴും കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇ.ഡി. പിണറായി വിജയനെ നോട്ടമിട്ടിരിക്കുകയാണ്. ലക്ഷ്യം പിണറായി വിജയൻ തന്നെയാണ്. ഇവിടെയും വീണ എന്ന് പറയുന്നത് ഒരു പുകമക മാത്രമാണ്. യഥാർത്ഥ ലക്ഷ്യം പിണറായി വിജയനാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ കാലമായല്ലോടോ നീയൊക്കെ പിണറായി വിജയന്റെ രക്തം ഊറ്റി കുടിക്കുന്നു, നിങ്ങൾക്കൊന്നും മതിയായില്ലേ എന്ന് ചില അന്തങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നതുകൂടി എടുത്തു പറയണം. എന്തായാലും ബിനീഷ് കോടിയേരിയുടെ ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു അഭിമുഖം വലിയ രീതിയിലൊക്കെ തന്നെ ചർച്ചയിലേക്ക് വഴിവെച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. എന്തായാലും ഈ ബിനീഷ് കോടിയേരി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇല്ല, അതൊരു സ്വാഭാവികമായിട്ടും
അത്തരത്തിലേക്കുള്ള ഒരു മോബ് വന്നു കഴിഞ്ഞാൽ ആ മോബ് ഒരു വൈകാരികതയിൽ നിൽക്കുന്ന ഒരു ഒരു കൂട്ടം ആളുകളാണ്. അപ്പം ഞാൻ ഉൾപ്പെടെ അത്തരത്തിലൊരു വൈകാരികതയിൽ നിൽക്കുന്നു. ആ വൈകാരികത എന്ന് പറയുന്നത് പിണറായി സഖാവിനെ തടഞ്ഞു വെച്ച് റെയ്ഡ് നടത്തുന്നു. അതൊരു പാർട്ടി കുടുംബാംഗങ്ങളെ സംബന്ധിച്ചായാലും പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചാലും അതൊരു കൃത്യമായിട്ടുള്ളൊരു വൈകാരികതയിൽ നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥർ ഈ കൂട്ടത്തിൻ്റെ ഇടയിലേക്കാണ് വരുന്നത്. അവിടെ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. പോലീസ് അതിൽ കൃത്യമായിട്ടുള്ളൊരു മുൻകരുതൽ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇതൊന്നും അവിടെ സംഭവിക്കില്ലായിരുന്നു. പോലീസ് കൃത്യമായിട്ട് അവിടെ നിന്നുള്ള ആളുകളടുത്ത് മാറാൻ വേണ്ടിയിട്ടൊരു തീരുമാനം പറഞ്ഞിരുന്നെങ്കിൽ അവിടെയുള്ള എല്ലാ ആളുകളും ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് മാറിയേനെ. പക്ഷേ പോലീസ് എന്താ ചെയ്തത്? ഈ ED ഉദ്യോഗസ്ഥരെ അവർ നേരെ മോബിൻ്റെ ഇടയിലേക്ക് ഇറക്കി. അപ്പോൾ ആ കൂട്ടത്തിൽ നിൽക്കുന്ന അതിവൈകാരികതയിൽ നിൽക്കുന്ന ആളുകൾ അത്തരത്തിലേക്ക് പ്രതികരിച്ചു പോയതാണ്. അപ്പോൾ അങ്ങനെ പ്രതികരിക്കുമ്പോഴും അങ്ങനെയല്ലായിരുന്നു അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കളായിട്ടുള്ള ആളുകളൊക്കെ പിടിച്ചു മാറ്റിക്കും. ബാക്കി നമുക്കറിയാവുന്ന നമ്മുടായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാനും അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് എല്ലാം നമ്മുടെ സഖാക്കളെടുത്ത് മാറാൻ വേണ്ടിയിട്ടും പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടും നിൽക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോയത്. അല്ല, ഈ പറയുന്ന പ്രശ്നം നടക്കുന്ന സമയത്ത് അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ എന്നെ പാർട്ടി അംഗത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരുന്നു. ആ വിഷയം നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ ഞാൻ പാർട്ടി അംഗത്വത്തിലേക്ക് വന്നതാണ്. നമ്മുടെ പാർട്ടി മെമ്പർഷിപ്പിനെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ടുള്ളത്, ഞാൻ 2020 കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. 1 വർഷവും ഏകദേശം 1 മാസത്തിൻ്റെ അകത്തും ജയിലിൽ കിടന്നതിന് ശേഷമാണ് ഞാൻ ജയിൽ മോചിതനാവുന്നത്. അപ്പോൾ ജയിൽ മോചിതനായതിന് ശേഷം നേരിടുന്ന പുതുക്കൽ എന്നുള്ളതാണ് നമ്മൾ പറയുക. പുതുക്കൽ മെമ്പർഷിപ്പ് പുതുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെമ്പർഷിപ്പിന് കൊടുക്കേണ്ടത്. ആ മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് കൊടുത്തു. പിന്നെ പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള രീതികളുണ്ടല്ലോ. അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങളും കൂടി പരിശോധിച്ചതിന് ശേഷമാണ് ഒരു മെമ്പർഷിപ്പ് എന്നത്. പാർട്ടി സെക്രട്ടറി തന്നെയാണ് ഒരു മെമ്പർഷിപ്പിനെ സംബന്ധിച്ചിട്ട്. ഇപ്പം നമ്മൾ പാർട്ടി നേതൃത്വം എന്ന് പൊതുവേ പറയാറുണ്ടെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ മുഖമായിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഗോവിന്ദ മാഷി തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും അതിൽ ഇടപെട്ടിട്ടുണ്ടാകുന്നതും. അത്തരത്തിൽ ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഉൾപ്പെടുന്ന ജില്ലാ കമ്മിറ്റി ആയിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയായിട്ടുള്ള അന്നത്തെ ആക്ടിംഗ് സെക്രട്ടറി ആയിട്ടുള്ള റഹീമും അതോടൊപ്പം തന്നെ ചുമതലയിലുണ്ടായിരുന്ന ജോയ് സാറിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരുമാണ് എന്നെ വിളിക്കുന്നത്. ഇവർ രണ്ടുപേരും വിളിച്ചതിന് ശേഷമാണ് ഞാൻ പോയിട്ട് മെമ്പർഷിപ്പ് പുതുക്കാനുള്ള ഇതിൽ ഒപ്പിട്ട് കൊടുക്കുകയും മെമ്പർഷിപ്പിലേക്ക് തിരിച്ചു വരികയും. അത് പാർട്ടിയുടെ ആയിട്ട് വിശദീകരണം മാഷ് നടത്തിയല്ലോ. അപ്പം ഇപ്പം നമുക്ക് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിട്ട് ബിജുവിനെ തന്നെ അറിയാമല്ലോ. ഞങ്ങൾ ഒരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പം പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതാണ് അതിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ ആ മറുപടി അത് തന്നെയാണ് എൻ്റെയും. ഇല്ല, വരുന്നത് എല്ലാം നേരിടുക എന്നൊരു രീതിയിലാണ് ജീവിതത്തെ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പം ഇന്ന രീതിയിൽ ജീവിതം ഡിസൈൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു രീതിയിലല്ല ഞാൻ എൻ്റെ ജീവിതത്തെ കാണാറുള്ളതും. ഇനി മുന്നോട്ട് വരുമ്പോൾ ഇന്ന രീതിയിലാകാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, ഇന്ന രീതിയിലാകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുക എന്നുള്ളതല്ല ഞാൻ കാണുന്നത്. ബിജു പറഞ്ഞതുപോലെ ഒക്ടോബർ എന്നെ സംബന്ധിച്ചിട്ട് വലിയ നഷ്ടങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒരു മാസം തന്നെയാണ്. ഒക്ടോബർ 29 ഞാൻ അറസ്റ്റിലാവുന്നു. ഒക്ടോബർ 31 ഞാൻ ജയിൽ മോചിതനാവുന്നു. ഒരു 2022 ഒക്ടോബർ 1 അച്ഛൻ വിട്ടുപോകുന്നു. അപ്പം അത്തരത്തിലേക്കുള്ള വലിയൊരു ടഫ് സിറ്റുവേഷനിലേക്ക് തന്നെയാണ് ഒക്ടോബർ മാസത്തെ ആലോചിക്കുമ്പോഴും ഓർക്കുമ്പോഴും കാണുന്നത്. പക്ഷേ അതെല്ലാം ഉള്ളപ്പോൾ പോലും നമുക്ക് എങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ, ഈ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ജീവിതത്തിനെ എങ്ങനെ തരണം ചെയ്യുന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ദിശ അറിഞ്ഞോ അറിയാതെ തന്നെ അച്ഛൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പല കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മൾ പറയില്ലേ, എങ്ങനെയാണ് നമുക്ക് ഞാൻ പോലും എൻ്റെ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ എനിക്ക് ഇടപെടാൻ പറ്റുന്നു എന്ന രീതിയിലേക്ക് ഞാൻ മാറുന്നു എന്ന് പറയുമ്പോൾ അത് അച്ഛൻ തന്നിട്ടുള്ള വാക്കുകളും അച്ഛൻ തന്നിട്ടുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ നഷ്ടം നമുക്കൊരിക്കലും നികത്താൻ പറ്റില്ലെന്നേ. അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഞാൻ ഈ പറയുന്നതിനേക്കാളും ഒക്കെ അപ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫ് റൂട്ടീനിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നു. ഇപ്പം ഞാനായാലും അമ്മയായാലും ചേട്ടനായാലും എൻ്റെ മക്കളായാലും ബിനോയുടെ മക്കളായാലും ഒക്കെ ഞങ്ങളുടെ ഭാര്യമാരെല്ലാം പോകുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ശക്തിയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാമായിരുന്ന ഒരു ജീവിതമാണ് ഞങ്ങളിൽ നിന്നും പെട്ടെന്ന് ഇല്ലാതായി മാഞ്ഞു പോയത്. ആ മാഞ്ഞു പോയതിനെ
എത്ര കണ്ട് ഇപ്പം എല്ലാ സഖാക്കൾ അച്ഛനെ ആലോചിക്കുന്നുണ്ട്, എല്ലാ ഇതിലുണ്ട്. പക്ഷേ ഞങ്ങളുടെ നഷ്ടം എന്ന് പറയുന്നത് ഇത് മറ്റാറിലേക്കാളും വലുതായിട്ടുള്ള നഷ്ടം തന്നെയാണ്. എല്ലാ ദിവസവും അച്ഛനെ ഓർത്തുകൊണ്ട് പോകുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആലോചിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ അല്ലല്ലോ അവർ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് ഈ പറയുന്ന പോലെ കോടിയേരിനെയും പിണറായിനെയും തകർക്കുവാൻ വേണ്ടി, അതുവഴി പാർട്ടിയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിനുവേണ്ടി മാത്രമായിരുന്നു എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. അതിന് ഞാൻ വഴങ്ങില്ല എന്ന് പൂർണ്ണമായി മനസ്സിലായതിനു ശേഷം എൻ്റെ വീട്ടിലേക്ക് റെയ്ഡ് നടത്തിയത്. നിങ്ങൾ ആലോചിച്ചു, 5ാമത്തെ ദിവസമായിരിക്കും, 4ാമത്തെ ദിവസമാണ് എൻ്റെ വീട്ടിലേക്ക് റെയ്ഡ്. ഇഡി ലക്ഷ്യമിട്ടത് പിണറായി വിജയനായിരുന്നു. അതെ, ആണ് പൂർണ്ണമായിട്ടാണല്ലോ. ഞാനത് അച്ഛൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അച്ഛനത് പറഞ്ഞിട്ടുണ്ടാകുന്നുള്ളതാണ് ഇനി ഞാൻ വിശ്വസിക്കുന്നത് പിണറായി സാറിൻ്റെ അടുത്ത്. അത് ഞാൻ എൻ്റെ അടുത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഈ റെയ്ഡ് നടക്കുന്നത്. എനിക്കറിയില്ലല്ലോ, ഞാൻ ഒന്നും ഇല്ല നിൽക്കുകയല്ലേ. അപ്പം അവർ പറയാണ് അനാവശ്യമായിട്ടാണ് നിങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ വീട് ഇപ്പോൾ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ എൻ്റെ അമ്മയ്ക്കുള്ള അറസ്റ്റ് വാറണ്ട് എനിക്ക് കാണിച്ചു തരിക, എൻ്റെ ഭാര്യയ്ക്കുള്ള അറസ്റ്റ് വാറണ്ട് എഴുതിയിട്ട് എൻ്റെ മുമ്പിൽ കാണിച്ചു തരിക, ഇത് അമ്മയും ഭാര്യേനെയും അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ അനാവശ്യമായിട്ട് അവരുടെ ജീവിതം കൂടി ഇല്ലാതാക്കാൻ പോകുന്നു.